അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി മുട്ട റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. 4-5 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി 2 വല്യുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതേപോലെ ആയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി അതേ പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും ഒരു തക്കാളിയും ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മാറ്റി വെച്ച അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിൽ കുറച്ചധികം വെള്ളമാക്കിയിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് ഇനി ഇതിലേക്കൊരു 4 കോഴിമുട്ട പുഴുങ്ങിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ രാവിലെ എല്ലാ കടികൾക്കും കഴിക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് കേട്ടോ അത്. നമ്മളിന്ന് നീർദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്കാണ് നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ ഇത് നന്നായിട്ട് കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരി, ബൈ.